നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളിൽ 386 തീവ്രവാദികൾക്ക് ശിക്ഷ നൽകി. ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളെ തുടർന്നു നൈജീരിയയിലെ ഒരു ഫെഡറൽ ഹൈക്കോടതി 386 ഇസ്ലാമിക തീവ്രവാദികൾക്ക് ശിക്ഷ വിധിച്ചു. ക്രൈസ്തവർക്കെതിരായ കൂട്ടക്കൊലകളും ആക്രമണങ്ങളും പതിറ്റാണ്ടുകളായി തുടരുന്ന നൈജീരിയയിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ അന്താരാഷ്ട്രതലത്തിൽ വരെ വിഷയം ചർച്ചയായി. ഇതേ തുടർന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൈജീരിയൻ ഭരണകൂടത്തിന് കനത്ത താക്കീത് നൽകിയിരുന്നു. ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നതിൽ നിന്നും തീവ്രവാദികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ സൈന്യത്തെ ഇറക്കി ആക്രമിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രസിഡന്റ് ബോല ടിനുബു നടപടികളിലേക്കു കടന്നത്. ഞങ്ങൾ ഏകദേശം 508 കേസുകൾ കൊണ്ടുവന്നു. ഈ 508 കേസുകളിൽ 112 കേസുകൾ മാറ്റിവെച്ചു. 2 കുറ്റവിമുക്തമാക്കി. 8 പേരെ വിട്ടയച്ചു. അങ്ങനെ 386 പേർക്ക് ശിക്ഷ വിധിച്ചു. നൈജീരിയയുടെ അറ്റോർണി ജനറൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. 10 ജഡ്ജിമാരുടെ പാനൽ പല തീവ്രവാദികൾക്കും 20 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവരെ അതിക്രൂരമായി ആക്രമിച്ചു വരുന്നു. ബോക്കോ ഹറാം, ഫുലാനി മുസ്ലിങ്ങൾ എന്നീ ഗ്രൂപ്പുകളാണ് മുന്നിൽ.